ടെഹ്റാൻ ടൈംസ് എന്ന് പറയുന്ന ഇറാനിലെ ഒരു പത്രവും ഇറാനിൻ്റെ സ്പീക്കറും അവരുടെ നേതൃനിരയിലെ ശക്തനുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി നടത്തിയ ഒരു അഭിമുഖം ഉണ്ട്. ലോകമറിയേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ അവയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നോ എങ്കിൽ എന്തുകൊണ്ട് എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം: ട്രംപിന് തൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ടില്ല. 1980 ഓപ്പറേഷൻ ഈഗിൾ ക്ലോ പരാജയപ്പെട്ടതിനേക്കാൾ വലിയ തകർച്ചയാണ് ഇസ്ഫഹാനിൽ അവർ നേരിടുന്നത്. തീർച്ചയായും വിജയം ഞങ്ങളുടേതാണ്. ഇത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട 3ാമത്തെ യുദ്ധമാണ്. ചർച്ചകൾക്കിടയിൽ അമേരിക്ക കാട്ടിയ ചതിയിലൂടെയാണ് ഇത് തുടങ്ങിയത്. 2025 ജൂണിലെ 12 ദിന യുദ്ധത്തിൽ ഞങ്ങളുടെ മറുപടിക്ക് 14 മണിക്കൂർ സമയം വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തവണ പരമോന്നത നേതാവും സേനാ മേധാവികളും രക്തസാക്ഷികളായിട്ടും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യതയോടെ തിരിച്ചടി നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. F-35 വിമാനം തകർന്നത് ഒരു അപകടമായിരുന്നില്ല, മറിച്ച് ഞങ്ങളുടെ കൃത്യമായ ഓപ്പറേഷൻ ആയിരുന്നു. ശത്രു വിമാനത്തിന് സമീപം മിസൈൽ പൊട്ടിത്തെറിച്ചതോടെ ഞങ്ങളുടെ കരുത്ത് അവർക്ക് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ 50 രാത്രികളിലായി ഇറാനിലെ ജനങ്ങൾ തെരുവിലാണ്. ഏകദേശം 180 ശത്രു ഡ്രോണുകളെ ഞങ്ങൾ വെടിവെച്ചിട്ടു. മുൻ യുദ്ധങ്ങളിൽ ഇല്ലാത്ത കരുത്ത് ഇറാൻ ഇപ്പോൾ ആർജിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം: സൈനികമായി ഇറാൻ അമേരിക്കയേക്കാൾ കരുത്താണോ എന്നാണോ താങ്കൾ പറയുന്നത് എന്നാണ്. അമേരിക്കക്ക് കൂടുതൽ സമ്പത്തും ആയുധങ്ങളും സൈനിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം അതിനുത്തരം പറഞ്ഞു തുടങ്ങുന്നത്. ഇസ്രയേലിനും വലിയ ശക്തിയുണ്ട്. ഞങ്ങൾ അവരെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നല്ല ഞങ്ങൾ പറയുന്നതിനർത്ഥം. എങ്കിലും ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഞങ്ങളാണ്. ഒരു ആസിമെട്രിക് യുദ്ധത്തിലൂടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ശത്രുവിനെ തുരത്തി. ശത്രുവിന് പണവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കത് ശരിയായി ഉപയോഗിക്കാൻ ആയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം: ട്രംപ് എന്തിനാണ് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് എന്നാണ്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് US സർക്കാർ പറയുന്നതെങ്കിലും പ്രായോഗികമായി അവർക്ക് ഇസ്രയേൽ ഫസ്റ്റ് ആണ് പ്രധാനം. യുദ്ധക്കളത്തിൽ മേധാവിത്വം ഞങ്ങൾക്കായതുകൊണ്ടാണ് ട്രംപ് വെടിനിർത്തലിന് വരുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഇറാനെ കീഴടക്കാം എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഞങ്ങൾ 40 ദിവസം പൊരുതി. ഒടുവിൽ അവർക്ക് വെടിനിർത്തൽ അംഗീകരിക്കേണ്ടി വന്നു. യുദ്ധക്കളത്തിലും നയതന്ത്രത്തിലും ഇപ്പോൾ മേധാവിത്വം ഞങ്ങൾക്കാണ്. ചർച്ച എന്നത് ഒരു തരം പോരാട്ടം തന്നെയാണ്. നയതന്ത്രത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ശത്രു എപ്പോൾ പിഴവ് വരുത്തിയാലും ഞങ്ങൾ എന്തിനും തയ്യാറായി ഇവിടെ നിലകൊള്ളുകയാണ്. സൈന്യം അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും വഴി 15 ഇന നിർദ്ദേശങ്ങളാണ് അമേരിക്ക ഞങ്ങൾക്ക് നൽകിയത്. എന്നാൽ ഞങ്ങളത് നിരസിക്കുകയും പകരം 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അത് അംഗീകരിച്ചാൽ മാത്രം ചർച്ചയാവാം എന്ന് ഞങ്ങൾ അറിയിച്ചു. ഒടുവിൽ അമേരിക്കക്ക് താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം: വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ട്രംപിൻ്റെ പങ്ക് എന്തായിരിക്കണം എന്നാണ് താങ്കൾ ആവശ്യപ്പെട്ടത് എന്നാണ്. ഉത്തരം ഇതാണ്: വെടിനിർത്തൽ വേണമെന്നുണ്ടെങ്കിൽ ട്രംപ് തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ട്രൂത്ത് സോഷ്യൽ വഴി അത് പരസ്യമായി ആവശ്യപ്പെടണമെന്നാണ് ഞങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞത്. വെടിനിർത്തൽ അപേക്ഷ അവരുടേതാണെന്ന് ലോകം അറിയാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. ഇതാണ് അധികാരത്തിൻ്റെ നയതന്ത്രം. ഇറാനെ സഹായിക്കാൻ ഹിസ്ബുള്ളയും പ്രതിരോധ നിരയും റെസിസ്റ്റന്റ് ഫ്രണ്ട് മുന്നോട്ട് വന്നു. അതിനാൽ വെടിനിർത്തലിൽ അവരെയും ഉൾപ്പെടുത്തണം എന്നത് ഞങ്ങളുടെ പ്രധാന നിബന്ധനയായിരുന്നു. 5. ഹോർമസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം നിലവിൽ ആർക്കാണ് എന്നാണ്. ഇറാനിയൻ സായുധ സേനയ്ക്ക് തന്നെയാണ് ഹോർമസിൻ്റെ എക്കാലത്തെയും നിയന്ത്രണം. ശത്രുവിനൊപ്പം നിൽക്കാത്തവർക്ക് തടസ്സമില്ലാതെ കടന്നു പോകാം. മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചർച്ചകൾ തുടങ്ങിയ ശേഷം ഒരു മെയിൻ സ്വീപ്പർ അയക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഞങ്ങൾ പിന്നോട്ട് പോയില്ല. അത് വെടിനിർത്തലിൻ്റെ ലംഘനമാണെന്നും ആക്രമിക്കുമെന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതോടെ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. 6ാമത്തെ ചോദ്യം: അമേരിക്കൻ മൈൻ സ്വീപ്പറിനെ കുറിച്ച് താങ്കൾ ചർച്ചയിൽ എന്ത് പറയുന്നു എന്നാണ്. നിങ്ങളുടെ മൈൻ സ്വീപ്പർ അല്പം കൂടി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ വെടിവെക്കുമെന്ന് ഞാൻ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി. അത് തിരിച്ചയക്കാൻ ഉത്തരവിടാൻ 15 മിനിറ്റ് സമയം അവർ ചോദിച്ചു. അവർ ഉത്തരവ് നൽകി. കപ്പൽ തിരിച്ചുപോയി എന്നാണ് 6ാമത്തെ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നത്. 7ാമത്തെ ചോദ്യം: US ഏർപ്പെടുത്തിയ ഉപരോധങ്ങളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണെന്നാണ്. അമേരിക്ക ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരെ കടത്തിവിടുകയും ഇറാനെ മാത്രം തടയുകയും ചെയ്യുന്ന ഈ നീക്കം അവരുടെ വിവരക്കേടാണ് കാണിക്കുന്നത് എന്നത് അമേരിക്കക്ക് അദ്ദേഹം നൽകുന്ന ഏറ്റവും പരിഗണന എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും അപഹാസ്യ സ്വരത്തിലുള്ള മറുപടി കൂടിയാണത്. 8. ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
നമുക്കൊക്കെയുള്ളൊരു സംശയമാണത്. അമേരിക്ക ഉപരോധം പിൻവലിക്കാൻ വിസമ്മതിച്ചാൽ ഹോർമസ് കടലിടുക്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നിയന്ത്രണം ഉണ്ടാകും. ഞങ്ങളെ തടഞ്ഞാൽ ശത്രു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആരെയും ഞങ്ങൾ കടത്തിവിടില്ല. ഞങ്ങൾക്ക് ശത്രുവിൽ ഒട്ടും വിശ്വാസമില്ല. ചർച്ച നടക്കുന്നില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ചർച്ചാ പ്രതിനിധികൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത്തരം പെരുമാറ്റങ്ങൾ ഞങ്ങൾക്കറിയാം. അവസാനം വരെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ഞങ്ങൾ പൊരുതുകയും ചെയ്യും. 9. അമേരിക്കയുമായുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് തുടങ്ങിയത് എന്നാണ്. വെടിനിർത്തലിന് 48 മണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നുണ പറയുന്നതിലും സൈക്കോളജിക്കൽ വാർഫെയറിലും ട്രംപ് വിദഗ്ധനാണ്. ഏപ്രിൽ 17 ഇദ്ദേഹം ഇട്ട 8 ട്വീറ്റുകളിൽ 7 എണ്ണവും നുണയായിരുന്നു. ട്രംപ് വെടിനിർത്തൽ അപേക്ഷ പരസ്യപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ തുടങ്ങിയത്. ഞങ്ങളുടെ 10 നിർദ്ദേശങ്ങൾ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് മുജ്തബ ഖമനേയി അംഗീകരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് നയതന്ത്ര സന്ദേശങ്ങൾ കൈമാറുകയായിരുന്നു. വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടാൻ എത്രത്തോളം ഇറാൻ തയ്യാറാണ് എന്ന 10ാമത്തെ ചോദ്യത്തോടു കൂടിയാണ് ഈ അഭിമുഖം അവസാനിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതാണ്: അത് ചർച്ചയായാലും യുദ്ധമായാലും എൻ്റെ നിലപാടിലൊരു മാറ്റവുമില്ല. എൻ്റെതെന്ന് വെച്ചാൽ ഇറാൻ്റെ നിലപാടിലൊരു മാറ്റവുമില്ല. ചർച്ചയാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇനി യുദ്ധമാണോ? അതിനും ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ ജീവനും അഭിമാനവും ബലി കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പരമോന്നത നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങും. ഞങ്ങളുടെ ഐക്യം തകർക്കാനാണ് ശത്രു നോക്കുന്നത്. എന്നാൽ 3 കോടിയിലധികം ഇറാനികൾ രക്തസാക്ഷിത്വത്തിന് തയ്യാറായി ജൻഫദ ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണി വന്നപ്പോൾ കുഞ്ഞുങ്ങളടക്കം മനുഷ്യച്ചങ്ങല തീർത്താണ് അവയെ സംരക്ഷിച്ചത്. ഞങ്ങളുടെ ജനങ്ങളുടെ കരുത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അഭിമുഖം അവസാനിക്കുന്നത്. ഏതായിരുന്നാലും ലോകം കേൾക്കാൻ ആഗ്രഹിച്ച എന്തായിരിക്കും ഇറാൻ്റെ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇറാൻ്റെ നിലപാടുകൾ എന്നത് സംബന്ധിച്ച പല തരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല നുണ ബോംബുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചില തിരക്കഥകളുമൊക്കെയുണ്ട്. അത്തരം തിരക്കഥകളെ എല്ലാം പൊളിച്ചെഴുതുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഇട്ട 8 ട്വീറ്റിൽ 7 എണ്ണവും നുണയായിരുന്നു എന്ന് പറയുന്ന അർത്ഥത്തിൽ എല്ലാം കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള ഇറാൻ്റെ സ്പീക്കറുടെ ഈ ഒരു അഭിമുഖം എന്നത് ലോകത്ത് എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന മികച്ച സന്ദേശം നൽകിക്കൊണ്ടാണ് ഇറാൻ നിലയുറപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു അഭിമുഖം ഇന്ന് ലോകമാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ചർച്ചകളിലാണ് ഇപ്പോൾ ലോകമുള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.